തിരുവനന്തപുരം ജില്ലയിൽ നവകേരള സദസ്സിന്റെ പേരിൽ കുടുംബശ്രീകളിൽ നിന്ന് വ്യാപക പണപ്പിരിവ്. വാമനപുരം നിയോജക മണ്ഡലം പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് CPM മെമ്പർ റീന പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം ജനം ടിവിക്ക്. സ്വീകരണ ഘോഷയാത്രയിൽ കുടുംബശ്രീ അംഗങ്ങൾ കേരള വേഷത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിക്കുന്ന CDS ചെയർപേഴ്സന്റെ ശബ്ദരേഖയും പുറത്ത്. പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ, സീമ പറഞ്ഞതുപോലെ തന്നെയാണ് പൈസയുടെ കാര്യം. പൈസ കഴിവതും നമുക്ക് നാളെ തന്നെ എത്തിക്കണം. വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി കഴിവതും എല്ലാവരും നാളെ തന്നെ എത്തിക്കാൻ നോക്കണേ. പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ, 15-ാം തീയതി നടക്കുന്ന വിളംബര ഘോഷയാത്രയിൽ എല്ലാ കുടുംബശ്രീ അംഗങ്ങളും കൃത്യമായിട്ട് പങ്കെടുക്കണം. 3 മണിക്കാണ്. 3 മണി പറയുന്നത് 3 മണിക്ക് മുന്നേ എത്തണം. എല്ലാവരും കേരള വേഷം ധരിച്ചു വേണം, മറ്റേ സെറ്റ് സാരിയെ കൊടുത്തു വേണം വരാൻ. ഒരു വീട്ടിൽ നിന്ന് കുറഞ്ഞത് 5 പേരെങ്കിലും ഉറപ്പായിട്ടും പങ്കെടുത്തിരിക്കണം. 15-ാം തീയതി 3 മണിക്കാണ് ഭരതന്നൂരിൽ നിന്നാണ് വിളംബര ഘോഷയാത്ര തുടങ്ങുന്നത്. കൃത്യമായിട്ട് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുക്കണം. MK വിനോദുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. വിനോദ, ഇതിപ്പോൾ സ്ഥിരം പരിപാടിയായിരിക്കുന്നു. നവകേരള സദസ്സിന് വേണ്ടി പണപ്പിരിവ് അല്ലെങ്കിൽ സദസ്സിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയുള്ള കുടുംബശ്രീ അംഗങ്ങളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും എല്ലാം ഭീഷണിപ്പെടുത്തുന്ന സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു. ഹൈക്കോടതിയിലേക്ക് അടക്കം എത്തിയ വിഷയമാണ്. ഇപ്പോൾ വീണ്ടും വാമനപുരം മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത ഉയർന്നു വരുന്നത്. തീർച്ചയായും വിഷ്ണു ശർമ്മ, നമുക്കറിയാം വാമനപുരം നിയോജക മണ്ഡലത്തിലെ പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ CPMന്റെ മെമ്പറാണ് ശ്രീമതി റീന. അവിടുത്തെ കുടുംബശ്രീയുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട ഓഡിയോ സന്ദേശമാണ് നമ്മൾ കേട്ടത്, ജനം ടിവിക്ക് ലഭിച്ചത്. അവർ ആവശ്യപ്പെടുന്നത് പണം നൽകണം, നിങ്ങൾ വരുമ്പോൾ CDS ചെയർപേഴ്സൺ ആവശ്യപ്പെട്ട പണം നൽകണം. അങ്ങനെ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നെല്ലാം വ്യാപകമായി പണം പിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് ആധുനിക ബസ്സിൽ എല്ലാ മണ്ഡലത്തിനും സഞ്ചരിക്കുന്ന പരിപാടിക്ക് പണം പിരിക്കൽ മാത്രമല്ല, അതിനു മുമ്പ് CDS ചെയർപേഴ്സന്റെ ശബ്ദ സന്ദേശം കേട്ടു. എല്ലാവരും നിർബന്ധമായി കേരള വേഷം ധരിച്ച് വളരെ കാലെ കൂട്ടി തന്നെ എത്തണം. വിളംബര ഘോഷയാത്രയുണ്ട്. അങ്ങനെ കേരള വേഷമെല്ലാം ധരിച്ച് അങ്ങനെ നവകേരള സദസ്സിൽ വമ്പൻ ജനാവലിയെ പങ്കെടുപ്പിക്കാൻ കുടുംബശ്രീ അംഗങ്ങളെ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിക്കുന്ന ഒരു സാഹചര്യം. ഇത് പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല, മുഴുവൻ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെല്ലാം എല്ലാ വാർഡിലും CPMന് സ്വാധീനമുള്ള എല്ലാ വാർഡുകളിലും ഇത് തന്നെയാണ് പതിവ്. ഇത്തരത്തിൽ ആളുകളെ കൂട്ടിയും പണപ്പിരിവും നടത്തുന്നു. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ ഇന്ന് രാവിലെ പുറത്തുവിട്ട മറ്റൊരു വാർത്തയാണ് ചിറയിൻകീഴ് നിയോജക മണ്ഡലത്തിലെ ശാർക്കര ദേവി ക്ഷേത്രം. അവിടെ നവകേരള സദസ്സിന് ആ ക്ഷേത്രാങ്കണത്തിൽ സദസ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡ് അതിന് അനുമതി നൽകിയിരിക്കുന്നു. സമാധാനപരമായി നടന്ന RSS ശാഖയ്ക്ക് അനുമതി നിഷേധിച്ച, ദേവസ്വം ബോർഡ് അനുമതി നിഷേധിച്ച ഒരു ക്ഷേത്രമാണ് ശാർക്കര ക്ഷേത്രം. അവിടെ അത് നിഷേധിച്ച ശേഷമാണ് ഒരു രാഷ്ട്രീയ പരിപാടിക്ക് വേദിയൊരുക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ പരിപാടിക്ക് ക്ഷേത്രഭൂമിയിൽ വേദിയൊരുക്കുക, പണപ്പിരിവ് നടത്തുക, വ്യാപകമായി കുടുംബശ്രീ അംഗങ്ങളെ അണിനിരത്തുക. ഇതാണ് നവകേരള സദസ്സ് വിജയിക്കുന്നു എന്നതിൻ്റെ ബാക്കി പത്രം. വിഷ്ണു ശർമ്മ. വിനോദ്, ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഈ CDS അംഗങ്ങളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും എല്ലാം ഒരു അഭിപ്രായം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാട് എന്താണ്? പ്രതിഷേധാർഹമാണോ ഈ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട? അല്ല, ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തിലും ഒക്കെ തന്നെ CPMന് സ്വാധീനമുള്ള പഞ്ചായത്തുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവിടെ ഇവർക്കെതിരെ പരസ്യമായി രംഗത്ത് വരാൻ അവർ മടിക്കുകയാണ്. കാരണം കുടുംബശ്രീ അംഗങ്ങൾക്കൊക്കെ ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിരവധി സഹായ പദ്ധതികളുണ്ട്. ഭവന വായ്പ, അതേപോലെ തന്നെ കാർഷിക വായ്പ, അതേപോലെ തന്നെ മറ്റ് നിരവധി വായ്പകൾ, വളർത്തുമൃഗങ്ങളെ വാങ്ങാനുള്ള വായ്പ, ഇത്തരത്തിൽ നിരവധി സഹായ പദ്ധതികളൊക്കെ തന്നെ ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ലഭിക്കുന്ന ഇടങ്ങൾ അത് അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതൊക്കെ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഭരണാധികാരികളെ, വാർഡ് മെമ്പർമാരെ, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഒക്കെ പിണക്കാൻ ഇവർ പരസ്യമായി പിണക്കാൻ തയ്യാറല്ല. അവരൊക്കെ തന്നെ സ്വകാര്യമായി ഇതൊക്കെ നമ്മളോട് ഈ ദുഃഖം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവർക്കൊപ്പം പരസ്യമായി പറയാൻ ഇവർ തയ്യാറല്ല. പക്ഷേ ഇവരെല്ലാം അസ്വസ്ഥരാണ്.
അങ്ങനെയുള്ള ആളുകൾ വ്യക്തിപരമായിട്ട് നമ്മളെ ബന്ധപ്പെട്ടാണ് ഇത്തരം സന്ദേശങ്ങൾ നമ്മൾക്ക് കൈമാറുന്നത്. എന്തായാലും ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച്, എല്ലാവിധ സ്വാധീനങ്ങളും ഉപയോഗിച്ച് ആളെ കൂട്ടാനും പണപ്പിരിവ് നടത്താനും ഉള്ള ഒരു ധാർഷ്ട്യമാണ് ഇവർ കാട്ടുന്നത്. ഈ ആളുകളെ എല്ലാം അണിനിരത്തിയാണ് ഇവർ പറയുന്നത് നവകേരള സദസ്സിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നു. ഇതൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നതല്ല, ആളുകൾ തനിയെ വന്നു കൂടുകയാണ് എന്ന് പറയുന്നു. ആളുകളെ കൂട്ടുന്ന പ്രധാന വഴികളിൽ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് നമ്മൾ കണ്ടത്. ഇത്തരത്തിലാണ് എല്ലാ മേഖലയിലും നിർബന്ധപൂർവം ആളുകളെ പങ്കെടുപ്പിക്കുന്നതും പണപ്പിരിവ് വ്യാപകമായി നടത്തുന്നതും. വിഷ്ണു, അത് തന്നെയാണ്. വ്യാപകമായ രീതിയിൽ ആളുകളെ ഭീഷണിപ്പെടുത്തി പണപ്പിരിവ് നടത്തുകയാണ് നവകേരള സദസ്സിന് വേണ്ടി എന്നുള്ളതാണ്. തിരുവനന്തപുരം വാമനപുരം നിയോജക മണ്ഡലത്തിലെ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലാണ് ഇപ്പോൾ പണപ്പിരിവിനായി CDS സംഘം വാട്സാപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത്.